അസ്സലാമലൈക്കും. ഇന്നത്തെ വെള്ളിയാഴ്ച വേറെ പ്രത്യേകിച്ചിട്ട് കുക്കിംഗ് പരിപാടി ഒന്നുമില്ല. കുട്ടികളൊക്കെ പറഞ്ഞു ഉമ്മാന്റെ ബിരിയാണി മിസ്സാവുന്നു, അത് വേണമെന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രീ ആയിട്ട് ഞങ്ങളിപ്പോൾ ഫാമിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ ഗസ്റ്റായിട്ട് എൻ്റെ കാരണവറ മോനുണ്ട്. ഇതാ ഞങ്ങളിതാ ചായ കുടിക്കാൻ പോകുന്നതാ. രാവിലെ സൈക്കിളൊക്കെ രണ്ടുപേരെടുത്ത് സൈക്കിളൊക്കെ എടുത്തിട്ട് ഓടി വന്നതാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ചായ കുടിച്ചപാട് ഫാമിലേക്ക്. ആ ഫാമിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നിന്നപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടുന്ന് പുറപ്പെടുകയാണ് ഫാമിലേക്ക്. ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പം ഞാനിതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് സെനയ്യാണ്, മബേല സെനയ്യ. മസ്കറ്റ് ഉള്ളവർക്കാണ് ഇത് കാര്യമുള്ളൂ. അപ്പോൾ സെനയ്യ ഇത് റോഡ് നമ്പർ 8. ഇതിങ്ങനെ ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പം നേരെ പോയി കഴിഞ്ഞാൽ എത്തുന്നത് പിന്നെ ഇവിടെയാണ്, നമ്മുടെ ടൊയോട്ട റൗണ്ടപ്പോട്ട് ഹോണ്ട, അവിടെയാണ് എത്താൻ പോകുന്നത്. ഇതിപ്പോൾ എത്തിയിരിക്കുന്നത് ടൊയോട്ടൻ്റെ മുന്നിലുള്ള റൗണ്ടപ്പോട്ട് എത്തി. കാരണം റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നത് നേരെ സിഗ്നൽ അൽക്കൂദിൽ നിന്ന് വരുന്ന വഴിയാണ്. അൽക്കൂദിൽ നിന്ന് സിഗ്നൽ കഴിഞ്ഞ് ഉടനെയുള്ള റൗണ്ടപ്പോട്ട്. ഇതാണ് ടൊയോട്ട. ലെഫ്റ്റ് സൈഡിലാണ് ടൊയോട്ട. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇനി ഒരു റൗണ്ട് പോട്ടുണ്ട്, അവിടുന്ന് നേരെ വിടണം. ഇത് അതിന് ശേഷമുള്ള റൗണ്ട് പോട്ട്. ഇവിടുന്ന് നേരെ വിടുക. ഇവിടെയൊക്കെ ഈ കാലി സ്ഥലങ്ങളാണ് മൊത്തം. ഇവിടെയൊക്കെ രാവിലെ വരെ ഇതുണ്ട്. ഇതിപ്പം രാവിലെ ഇവിടെ ചൂടാനും തിക്കാക്കാനെല്ലാം രാവിലെ വരെ ആൾക്കാരുണ്ടാവും. രാത്രി ഇതുണ്ട്, ഓരോ കെട്ടിയിട്ടുണ്ട്. അവരുടെ കച്ചറകൾ ഇതെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. വലതക്കാർ ഇങ്ങനെ കെട്ടി വെക്കുക. ഇവിടെയാണ് ഫുള്ളായിട്ട് രാത്രി ആൾക്കാരുണ്ടാവും. ഇന്നത്തെ ആകാശത്തിന്റെ കാഴ്ച ഉണ്ടോ നിങ്ങൾ? എന്ത് രസമല്ലേ! നമ്മളിപ്പോൾ അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഇത് എത്തുന്ന സ്ഥലം നേരെ പാലസ് റൗണ്ട് പോട്ട് അടുത്ത് ബർക്കയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് വരുന്നത്. അത് അൽക്കൂദ്, മസ്കറ്റ്, സീബ് എന്നെല്ലാം വരുന്നവർ ഇതാ ഇങ്ങനെ വന്ന് ഈ ലാസ്റ്റത്തെ ഒരു റൗണ്ട് പോട്ടാണ് അങ്ങ് ആ ദൂരെ കാണുന്നത്. ആ റൗണ്ട് പോട്ടിന്റെ അടുത്തുനിന്ന് അകത്ത് കയറി ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് ഈ അകത്തൊരു ചെറിയ റൗണ്ട് പോട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോണം. ഈ അകത്തോട്ടുള്ള ഈ റൗണ്ട് പോട്ട് കയറിയിട്ട് ഇവിടുന്ന് നേരെ വിടണം. ഇവിടെ ഉണ്ട് ഒരു കാരിഫോർ. ഇതുണ്ട്, ഒരു പുതിയ ഒരു ചെറിയ കാരിഫോർ, ഒരു ചെറിയൊരു ഷോപ്പിംഗ് സെന്റർ ആണിത്. ഇവിടെ ഇതാണ് കാരിഫോർ, ചെറിയ കാരിഫോർ ആണ്. ഇവിടെ വാഹനങ്ങളുടെ ഷോറൂം ഉണ്ട്. MHD ഉണ്ട്, മൊയ്സിൻ ഹൈദർ ദാർവിഷ്, MG മോട്ടോഴ്സ്. ഈ ഇപ്പുറം കാണുന്നത് നസീം ഗാർഡൻ ആണ്. നസീം ഗാർഡന്റെ ആ മെയിൻ റോഡ് നില ഉള്ളിലേക്കൂടെ ഉള്ള റോഡിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടുന്ന് ലെഫ്റ്റ് ഇവിടെ ഒരു ഒട്ടകത്തിന്റെ പശുവിന്റെ ഒക്കെ ഉള്ള ഫോട്ടോ ഉള്ള ബോർഡുണ്ട്. ഇവിടുന്ന് പോകേണ്ടത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നസീം ഗാർഡൻ. നമുക്ക് ഇവിടുന്ന് നേരെ പോവാം. അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഇവിടെ ഒരു ടീ റോഡാണ്.
ഈ റോഡ് ഇവിടെ അവസാനിച്ചു. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. താറിട്ട റോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി കുറച്ച് ലാസ്റ്റ് കാണുന്ന മതിൽ തന്നെയാണ് നമ്മുടെ ഫാം. ഇവിടുന്ന് കുറച്ച് മണ്ണിട്ട റോഡ്, താറിട്ട റോഡ്, മണ്ണിട്ട റോഡ് പാട്ടുണ്ടല്ലോ. ഈ മതിലാണ് നമ്മുടെ ഫാം. കോഴി, താറാവ്, എല്ലാ സാധനങ്ങളും, നാടൻ കോഴി, ടർക്കി കോഴി, എല്ലാ കോഴിയുണ്ട്, മയിലുകളുണ്ട്. ഇതാണ് ഗേറ്റ്. ഈ ഗേറ്റിലേക്ക് പോൾട്രി ആൻഡ് എഗ് പ്രൊഡക്ഷൻ. രാവിലെ വെള്ളിയാഴ്ച കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. കുറെ അമാനികളാണല്ലോ ഉള്ളത്. താറാവുകളുടെ കൂട്ട ഈ ഭാഗത്താണ്. ഒരുപാടുണ്ട്. അതിന്റെ പുറകിൽ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ഒരുപാട്. ഊഞ്ഞാലാടുന്നുണ്ട്. ഊഞ്ഞാല് പോയി. ഇത് കാടക്കുഞ്ഞുങ്ങൾ, കാടക്കുഞ്ഞുങ്ങളെ കണ്ട നിങ്ങള്? എത്രയാ കാടക്കോഴികൾ. ഈത്തപ്പഴത്തോട്ടങ്ങളും അതിൻ്റെ ഇടയിൽ കോഴിഫാം. ഇതാണ് നാടൻ കോഴികൾ. ഇതാണ് ചെറിയ ചെറിയ കുഞ്ഞൻ കോഴി. കണ്ടോ? നോക്കിയേ, നമ്മളിരുന്ന് കുഞ്ഞൻ കോഴിയുടെ പ്രയാസന്റെ പരിപാടിയാണ്. ചെറിയ കുഞ്ഞൻ കോഴി. മാഷാ അല്ലാഹ്. താറാവിന്റെ കുട്ടികളെ കണ്ടോ നിങ്ങള്? താറാവിന്റെ കുട്ടികൾ. കാടകളിൽ വെള്ളയുണ്ട് കേട്ടോ, നല്ല വെള്ളക്കാടുണ്ട്. നമ്മൾ വരുന്നത് കൊണ്ടിങ്ങനെ നോക്കുന്നുണ്ടോ? അപ്പുറത്തെ സൈഡ് ബാക്കിലൊക്കെ മുഴുവനും താറാവുകളാണ്. ഇവിടെ കുറെ മയിലുകൾ വേണമല്ലോ. ഇല്ല ഇപ്പൊ ഉണ്ടല്ലോ. ഹായ്. സുന്ദരികൾ അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. വെള്ളത്തിൽ കുളിക്കുന്ന മറ്റൊരു താറാവ്.
ഇവിടെ ഇതുണ്ടോ മുട്ടയിടാൻ പിടിച്ചോ. ഫാമിൽ വന്ന് നല്ല താറാമുട്ട, നാടൻ മുട്ട, കോഴി, വളർത്തു കോഴി, മുട്ടയിടുന്ന കോഴി എല്ലാം വാങ്ങിയിട്ട് പോകാൻ പോവാണ്. ഇതാണ് ഫാം. കാടമുട്ട വാങ്ങിച്ചു, കോഴിമുട്ട വാങ്ങിച്ചു, താറാമുട്ട വാങ്ങിച്ചു. അങ്ങനെ നമ്മളെല്ലാം വാങ്ങിച്ചു. താറാമുട്ട വാങ്ങിച്ചു, മുട്ടയിടുന്ന കോയില വളർത്താൻ വേണ്ടിയിട്ട്. അതെനിക്കല്ല, ഇവനിക്കാണ്. അത് വാങ്ങിച്ചു. ഇവിടുന്ന് നമ്മൾ പുറപ്പെട്ടു. ഈ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ലൈറ്റ് ഇല്ല, മഴക്കാറുണ്ട്, മഴക്കാറ്. അതാണ്. ഓക്കെ, തിരിച്ചു വിട്ടും ഇൻഷാ അല്ലാ. അപ്പൊ വഴിയെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളങ്ങനെ കോഴി, മുട്ട, താറാമുട്ട, കാടമുട്ട, കോഴിമുട്ട, കാടക്കോഴി എല്ലാം കൂടെ വാങ്ങിച്ചു. ഇൻഷാ അല്ലാ. ഇനി കാടക്കോഴിയുണ്ട് ഒരു 5-10 കൊണ്ട് പോയിട്ട് ഓവണിൽ തിരിക്കണം. ഇതല്ല. പിന്നെ കുഞ്ഞൻകോഴി ഉണ്ട്, എല്ലാ കോഴിയും ഉണ്ട്. ഇതാണ് ധനൂപിന്റെ വലിയ ഷോപ്പ്. ഫർണിച്ചർ, എല്ലാ ഐറ്റംസ് A to Z. ടൈൽസ്, ഫർണിച്ചർ, ഹൗസ് ഹോൾഡ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്.